നമസ്കാരം. തടേ ന്യൂസിലേക്ക് സ്വാഗതം. അധികാരം കൈയെത്തും ദൂരത്തെത്തുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി കസേര ചുറ്റിപ്പറ്റിയുള്ള പോര് കനക്കുന്നു. രാഷ്ട്രീയ വേദികളിൽ മാത്രമല്ല, സൈബറിടങ്ങളിലും അണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമാകുകയാണ്. മുതിർന്ന നേതാക്കളുടെ നിഴലിൽ നിന്നാണ് ഈ പോരാട്ടം നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഈ ഏറ്റുമുട്ടലുകൾ നിയന്ത്രിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയാതെ പോകുന്നതും ചർച്ചയാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കെ സുധാകരന്റെ നിലപാട് മാറ്റമാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അനുയോജ്യനെന്ന് പറഞ്ഞിരുന്ന സുധാകരൻ ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതോടെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ചിത്രവും കൂടുതൽ വ്യക്തമാവുകയാണ്. ഇതിനിടെ വേണുഗോപാലിന് പിന്തുണ ഉറപ്പിക്കാൻ എ.പി. അനിൽകുമാർ മുസ്ലിം ലീഗ് നേതാക്കളെ സന്ദർശിച്ചതും പുതിയ വിവാദങ്ങൾക്ക് കാരണമായി. ഔദ്യോഗികമായി ഇത് നിഷേധിച്ചെങ്കിലും പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും സംശയങ്ങൾ ശക്തമാണ്. മറുവശത്ത് ഫലം വരും മുൻപ് ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന് വേണുഗോപാലും ചെന്നിത്തലയും പ്രതികരിക്കുമ്പോൾ ചില നേതാക്കൾ തുറന്ന പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് കോൺഗ്രസിലെ ആഭ്യന്തര ഭിന്നതകൾ പരസ്യമാകുന്നതിന് വഴിവെക്കുന്നു. ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ആരെന്ന ചർച്ച ശക്തമാകുന്നത് പാർട്ടിക്കുള്ളിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. കൂടാതെ ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം എഴുതേണ്ട എന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ.